അതിൻ്റെതായ കാരണങ്ങളുണ്ട്. അവൻ തൻ്റെ ദാസനെ സ്നേഹിച്ചു. അവൻ തൻ്റെ അധികാരത്തെ എല്ലാം മറന്ന് യേശുവിൻ്റെ അധികാരത്തെ തിരിച്ചറിഞ്ഞു. യേശുവേ, നീ എൻ്റെ വീട്ടിൽ വരാൻ ഞാൻ യോഗ്യനല്ല എന്ന് അവൻ്റെ ഹൃദയത്തെ അവൻ ദൈവസന്നിധിയിൽ വെളിപ്പെടുത്തി. നമ്മളെ അറിയുന്നൊരു കർത്താവുണ്ട്, നമ്മളെ അറിയുന്നൊരു ദൈവം. ആ കർത്താവാണ് നമ്മളോട് പറയേണ്ടത് നമുക്ക് എത്ര വിശ്വാസമുണ്ടെന്ന്, നമുക്ക് എത്ര വിശുദ്ധി ഉണ്ടെന്ന്, നമ്മൾ എത്ര നല്ലതാണെന്നും തീയതാണെന്നും ഒക്കെ ദൈവമാണ് പറയേണ്ടത്. നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവനാണ്. ദൈവം നീതീകരിച്ചതിനെ ആർക്ക് ശിക്ഷ വിധിക്കാൻ കഴിയും? ദൈവം വിശുദ്ധീകരിച്ചതിനെ മലിനമെന്ന് പറയാൻ ആർക്ക് സാധിക്കും? നയീനിലെ പട്ടണത്തിൽ ആ മഞ്ചത്തിൽ തൊട്ട കരം, ആ വിധവയുടെ കുഞ്ഞിനെ ഉയർപ്പിച്ച കരം, ജീവനായ ക്രിസ്തുവിന്റെ കരം ഈ പകലിൽ നിങ്ങളുടെ മേൽ വരാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ചിലര് പാസ്പോർട്ടുകൾ കയ്യിലെടുത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ചിലർ അവരുടെ കുഞ്ഞുങ്ങളെ അടുത്ത് പിടിച്ചു നിർത്തി പ്രാർത്ഥിക്കുന്നുണ്ട്. ചിലർ ഈ ലൈവ് പ്രോഗ്രാമിൽ നിന്ന് കാണുമ്പോൾ അവരുടെ രോഗമുള്ള ഭാഗങ്ങളിൽ അവർ കൈവച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ചിലരൊന്നും പറയാൻ പോലും ഇല്ലാതെ ഇത് കേട്ടോണ്ടിരിപ്പുണ്ട്. നിങ്ങളെല്ലാം മനസ്സിലാക്കുന്ന, നിങ്ങളെല്ലാവരെയും അറിയുന്ന ഒരു കർത്താവ് ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു. ആ വിധവയായ സ്ത്രീ ഒരു വാക്ക് പോലും യേശുവിനോട് പറഞ്ഞില്ല. അവൾ പ്രാർത്ഥിച്ചില്ല, അവൾ അപേക്ഷിച്ചില്ല. പ്രവാചകനായ യെശയ്യാ പറയുന്നു, നിങ്ങൾ അപേക്ഷിക്കുന്നതിന് മുൻപേ ഞാൻ നിങ്ങൾക്ക് ഉത്തരമരുന്നു, നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപേ ഞാൻ നിങ്ങൾക്ക് മറുപടി നൽകാം. ആ കർത്താവ് ഇന്നും ജീവിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചിട്ട് പോലുമില്ലാത്ത, ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത ഒരത്ഭുതത്തെ, ഒരു ദൈവപ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ യേശു മതിയാകുന്നു. ആ പാപിനിയായ സ്ത്രീ യേശുവിന്റെ കാൽക്കൽ വന്നിരുന്ന് കരഞ്ഞു. കണ്ണുനീരുകൊണ്ട് കാല് കഴുകി, തലമുടി കൊണ്ട് അവൾ തുടച്ചു. ഒരു വാക്കുപോലും അവൾ യേശുവിനോട് പറഞ്ഞില്ല. ഞാൻ പാപിയാണെന്നോ എൻ്റെ പാപത്തെ ക്ഷമിക്കണമെന്നോ ഒന്നും പറഞ്ഞില്ല. അവൾ കണ്ണുനീരുകൊണ്ട് കാൽ കഴുകി, തലമുടി കൊണ്ട് തുടച്ചു. ഉടനെ യേശു അവളോട് പറയുകയാണ്, സ്ത്രീയെ, നിന്റെ അനവധിയായ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുകയാണ്. അവിടെ കണ്ണിൽ നിന്ന് ഒഴുകിയ ചൂടുള്ള കണ്ണുനീരിൽ നിന്ന് പ്രാർത്ഥനകൾ, അവളുടെ ഹൃദയത്തിന്റെ വേദനകൾ, അവൾ ആരെന്നുള്ള യാഥാർത്ഥ്യം